നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും ഗൾഫ് രാഷ്ട്രങ്ങൾ റംദാൻ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. റംദാൻ ആരംഭിക്കുന്നത് വരെ കർഫ്യൂ നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുകയാണ് ഒമാൻ. ഇന്ന്, അതായത് ഏപ്രിൽ 9 മുതലാണ് നിയന്ത്രണങ്ങൾ നീക്കിയത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 8 വരെ രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 വരെ ഒമാനിൽ ഭാഗിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വ്യക്തിഗത വാഹനങ്ങൾക്കുമാണ് ലോക്ക്ഡൌൺ ബാധകമായിരുന്നത്. COVID-19 കേസുകളിലെ വർദ്ധിച്ചു വരുന്ന രോഗബാധ തുടരുന്ന സാഹചര്യത്തിൽ മറ്റ് പല നിയന്ത്രണങ്ങളോടൊപ്പം ലോക്ക്ഡൌണും ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്തേക്കുള്ള സന്ദർശക നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. താമസക്കാർക്കും ഒമാൻ പൗരന്മാർക്കും മാത്രമേ ഒമാനിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഒമാനിൽ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തുടരുകയാണ്. ഒമാനി പൗരന്മാരെ മാത്രമേ ഇതിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ. ഒമാനികൾ വീട്ടുജോലിക്ക് വിധേയമാക്കുകയും ആവശ്യമായ എല്ലാ നടപടികളും പാലിക്കുകയും വേണം. കർഫ്യൂവിലെ ഇളവ് ഹ്രസ്വമാണെങ്കിലും നിയന്ത്രണങ്ങളിൽ നിന്നും ആശ്വാസം കിട്ടിയതിൽ ആശ്വസിച്ചിരിക്കുകയാണ് ജനങ്ങൾ. തൊഴിൽ വിസ, സന്ദർശക വിസ, എക്സ്പ്രസ് വിസ എന്നിവയാണ് ഒമാനിൽ നിർത്തലാക്കിയ വിസകൾ. തൽക്കാലത്തേക്കാണ് ഇവ നിർത്തിവച്ചിരിക്കുന്നത്. തൊഴിൽ, ഫാമിലി ജോയിനിങ് വിസകൾ ലഭിച്ചവർക്ക് പ്രവേശന വിലക്ക് ബാധകമായിരിക്കുന്നതല്ല. വിസ സ്റ്റാമ്പ് ചെയ്യാത്തവർക്കും ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.